Dear students, now we are going to learn how to represent rational numbers on the number line. Okay. First, we will draw a line. Okay. And then we will mark the middle point 0. Okay. 0. Then starting from 0, we will mark points on this line at equal distance both on right and left. Okay. So starting from O, we will mark points at equal distance. Okay. Now this point 0 is at 6. Okay, 6 centimeter. Now we will mark points at equal distance. Okay. So the next point will be at 7, and then at the point 8 we will mark, and then at the point 9 we will mark, and then at the point 10. Okay. And then at the point 11. Similarly, we will mark the left side also. Okay. So the middle point is at 6, which is at 0 now. Now on the left we will mark 5, 4, 3, 2 and 1. Okay. So we have marked points at equal distance from the midpoint. Now here the equal distance is 1 centimeter. Okay. The next point is at 1 centimeter from the 0. And this point lies at 1 centimeter from the point near to it. Okay. So we have marked like this. Then we will write the numbers. Okay. Here it is 1, then 2, then 3, then 4, then 5. Now we will write the numbers on the left side also. So in the left side it will become -1, -2, -3, -4 and -5. Okay. Now we will put an arrow mark at the end. Okay. So in the question, if we are ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്കെയിൽ വെച്ച് ഒരു ലൈൻ വരയ്ക്കുക. ദെൻ അതിന്റെ മിഡ് പോയിന്റ് ഏകദേശം മിഡിലായിട്ട് 0 എഴുതുക. ഓക്കെ. 0 പോയിന്റ് എഴുതുക. ദെൻ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ മിഡ് പോയിന്റിന്റെ അവിടെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ടുവെക്കണം. 4, 5, 6, 7 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ടുവെക്കുക. ദെൻ എന്താ ചെയ്യേണ്ടത്? ഓരോ സെന്റിമീറ്റർ കൂടുന്നതനുസരിച്ച് മാർക്ക് ചെയ്ത് പോകുക. ഇപ്പൊ 6ലാണ് 0 വെച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ ഏതാ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്? 7ന്റെ അവിടെ താഴെ മാർക്ക് ചെയ്യുക. ദെൻ 8ന്റെ അവിടെ മാർക്ക് ചെയ്യുക. ദെൻ 9ന്റെ അവിടെ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും മാർക്ക് ചെയ്യുക. 6ലാണ് മിഡിൽ പോയിന്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് 6ൽ തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ വെക്കണം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? സ്കെയിലില് 5ല് മാർക്ക് ചെയ്യുക, ഫോർത്ത് പോയിന്റിൽ മാർക്ക് ചെയ്യുക, ദെൻ 3rd അങ്ങനെ ഓരോന്ന് മാർക്ക് ചെയ്യുക. ദെൻ എന്ത് ചെയ്യും? നമ്മള് സ്കെയിൽ എടുക്കും. സ്കെയിൽ എടുത്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ ഓരോ നമ്പേഴ്സും എഴുതും. ഓക്കെ. ദാറ്റ് ഈസ് 0 കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോകുന്ന നമ്പേഴ്സ് എല്ലാം 1, 2, 3, 4, 5 അങ്ങനെ എഴുതും. ഓക്കെ. 0 കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് പോകുന്ന പോയിന്റ്സ് എല്ലാം എങ്ങനെ എഴുതും? -1, -2, -3, -4, -5 അങ്ങനെ എഴുതും. ദെൻ എന്ത് ചെയ്യണം? ആരോയും കൂടെ ഈ എൻഡിലായിട്ട് ആരോയും കൂടെ കൊടുക്കണം. ഓക്കെ. സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഓർക്കേണ്ടത് 0 വെക്കുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കണം. ഇവിടെ 6ന് പകരം 7 ആണെങ്കിലും വെക്കാം അല്ലേ? 6ന് പകരം 7 ആണെങ്കിലും വെക്കാം. പക്ഷെ ഓരോ സെന്റിമീറ്റർ കൂട്ടിയേ ഈ
പോയിന്റ്സ് മാർക്ക് ചെയ്ത് പോകാവുള്ളൂ കേട്ടോ. കറക്റ്റ് ആ സെന്റിമീറ്റർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ കറക്റ്റ് ഓരോ സെന്റിമീറ്റർ കൂട്ടി കൂട്ടി മാർക്ക് ചെയ്ത് പോവുക സ്കെയിൽ നോക്കിയിട്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിനകത്ത് ചോദിച്ചിരിക്കുന്ന റാഷണൽ നമ്പർ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻസേർട്ടിംഗ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു ഗിവൺ റാഷണൽ നമ്പേഴ്സ്. അതായത് രണ്ട് റാഷണൽ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതിന്റെ ഇടയിലുള്ള ഒരു റാഷണൽ നമ്പേഴ്സ് എങ്ങനെ എഴുതും എന്നതാണ് ഈ ടോപ്പിക്കിനകത്ത് പറയുന്നത്. സോ വി വിൽ കൺസിഡർ ടു റാഷണൽ നമ്പേഴ്സ് a and b. Then the number a plus b divided by 2 is a rational number that lies between a and b. അതായത് എയും ബിയും റാഷണൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഒരു നമ്പർ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ വി വിൽ റീഡ് ദ ഡെഫിനിഷൻ. If a and b are two rational numbers, then a plus b divided by 2 is also a rational number. Its value lies between a and b. Okay? Now we will do the exercise 1E. Exercise 1E. Third question. Insert rational number between first part 7 and 8. So we have to insert a rational number between 7 and 8. So നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 അല്ലെ. എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഇവിടെ 7 and 8 ആണേ ഉള്ളൂ അല്ലെ. സോ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻ ദ ഗിവൺ ഇക്വേഷൻ. ഓക്കെ, തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് 7 plus 8 divided by 2 which is equal to 15 divided by 2, that is equal to 7.5. So we got a rational number 7.5 that lies between 7 and 8. Okay, so ഈ equation just apply ചെയ്താൽ മതി നമുക്ക് ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സിനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിൽ 3 നമ്പേഴ്സ് വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അതായത് രണ്ട് നമ്പേഴ്സ് ക്വസ്റ്റിനകത്ത് തരും. ദെൻ ഇൻസേർട്ട് 3 റാഷണൽ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ ഈ a പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 3 റാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിൽ കൂടുതൽ റാഷണൽ നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സോ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 7th question. Insert 6 rational numbers between 5 by 6 and 8 by 9. So first of all, നമുക്കറിയാം 6 rational numbers ആണ്. സോ ഈ ക്വസ്റ്റ്യൻ a പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഫൈൻഡ് ദ LCM of the denominators. Denominators are 6 and 9. LCM of 6 and 9 is equal to 18. So first of all നമ്മൾ denominatorsനെ 18 ആക്കും. Okay, for that we will multiply 3 to the numerator and denominator of 5 by 6 and we will multiply 2 to the numerator and denominator of 8 by 9. So that 5 by 6 becomes 15 by 18 and 8 by 9 will be equal to 16 divided by 18. Okay, so അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ദെൻ since 6 rational number is required, multiply the numerator and denominator by 6 plus 1 is equal to 7. Since 6 rational numbers are required, അതായത് 6 റാഷണൽ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം? 6 plus 1 നോക്കുക. ഓക്കെ, സോ 6 റാഷണൽ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 6 plus 1 നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 7 കൊണ്ട് നമ്മുടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ,
ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ 6 റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ടാണ് നമ്മൾ 6 + 1 = 7 എന്ന് കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ 7 റാഷണൽ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ 7 + 1 = 8. 8 വെച്ച് വേണം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ 6 ആയതുകൊണ്ടാണ് 6 + 1 = 7 എന്ന് ചെയ്യുന്നത്. ഓക്കെ, so multiplying 7 we get 15/8 is equal to 15 × 7 divided by 8 × 7. This is equal to 105 divided by 126. 16 divided by 18 is equal to 16 × 7 divided by 18 × 7 equal to 112 divided by 126. Okay, so നമുക്ക് ആൻസേഴ്സ് രണ്ടും ഇങ്ങനെ കിട്ടി അല്ലെ. അതായത് ആദ്യത്തെ നമ്മുടെ ഫ്രാക്ഷനോട് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പറാണ് ഇത്. രണ്ടാമത്തെ നമ്മുടെ ഫ്രാക്ഷനോട് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പറാണ് ഇത്. ഓക്കെ, നമ്മുടെ നമ്പർ ഏതൊക്കെയായിരുന്നു? 5/6 and 8/9 അല്ലെ. 5/6നോട് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പറാണ് ഇത്. 8/9നോട് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പറാണ് ഇത്. ഓക്കെ, സോ ഈ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആ അല്ലെ. 126 അതാണ് രണ്ടിടത്തും ഡിനോമിനേറ്റർ അല്ലെ. ന്യൂമറേറ്റർ 105ഉം 112ഉം. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂമറേറ്റേഴ്സ് ഓരോ നമ്പർ കൂട്ടി കൂട്ടി എഴുതുക. അങ്ങനെ നമ്പേഴ്സ് എഴുതുക. അതായിരിക്കും റാഷണൽ നമ്പേഴ്സ് ദാറ്റ് ലൈസ് ബിറ്റ്വീൻ the given numbers. The given numbers are 5/6 and 8/9. So 5/6 ഉം 8/9 ഉം ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫ്രാക്ഷനും ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ്. ഇവിടെ 105 ആണ്. സോ അതിനോട് 1 ആഡ് ചെയ്യുക. 106 divided by 126. Then the next rational number will be 107 divided by 126. അങ്ങനെ 108/126 വരും. Then 109 divided by 126. Then 110 divided by 126. And the last number 111/126. So നമുക്ക് എന്ത് പറയാം? ഈ 6 റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും എന്ത് ഈ രണ്ട് ഫ്രാക്ഷന്റെയും ഇടയിലുള്ള നമ്പേഴ്സ് അല്ലെ. സോ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഷോർട്ട് ഫോമിലാക്കുമ്പോൾ, അതായത് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 53 divided by 63. 107 divided by 126. 6/7. 109 divided by 126. 55 divided by 63. Then finally 37 divided by 42. Okay. So ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ഈ നമ്പർ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ദെൻ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കുക. ദെൻ എന്ത് ചെയ്യണ്ടേ? ഓരോ നമ്പേഴ്സ് ആഡ് ചെയ്ത് ന്യൂമറേറ്ററിൽ ഓരോ നമ്പേഴ്സ് ആഡ് ചെയ്ത് നമ്പേഴ്സ് എഴുതി വെക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. എക്സസൈസ് 1E, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൺ എ നമ്പർ ലൈൻ മാർക്ക് 2/3, -8/3, 7/3, -2/3 and 2. Okay, so first of all നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കും. ഓക്കെ, നമ്പർ ലൈൻ വരച്ചു. അതിന്റെ മിഡ് പോയിന്റിൽ 0 മാർക്ക് ചെയ്യുക. ഓക്കെ, 0 മാർക്ക് ചെയ്തു. 0 മാർക്ക് ചെയ്തു. ദെൻ ഓരോ സെന്റിമീറ്റർ വീതം കൂട്ടി കൂട്ടി മാർക്ക് ചെയ്യുക. ഇപ്പൊ മിഡ് പോയിന്റ് 6ലാണ് വെച്ചിരിക്കുന്നത്. ഇനി മാർക്ക് ചെയ്യേണ്ടത് 7, 8, 9. സോ ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ 5, 4, 3. ഓരോ സെന്റിമീറ്റർ കുറച്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ മാർക്ക് ചെയ്തു. ഇനി റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് എഴുതുക. 1, 2, 3. ദെൻ ആരോ മാർക്ക് വരയ്ക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് -1, -2, -3. ദെൻ ആരോ മാർക്ക് ചെയ്യുക. ഇനി ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2/3 ആണ്. 2/3 എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം 2/3യുടെ കേസിൽ ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ അല്ലെ. ഡിനോമിനേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ ആണെങ്കിൽ
എപ്പോഴും അത് 0, 1 ഇടയിലായിരിക്കും. 0, 0ക്കും 1നും ഇടയിലായിരിക്കും ഈ ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ ആകുന്ന ഫ്രാക്ഷൻസിന്റെ കേസ്. ഓക്കെ, സോ 2/3 2/3യുടെ ഡിനോമിനേറ്റർ 3 ആണ്. അത് ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ 2 ആണ്. സോ അത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും വരുന്നത്. ദെൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2/3, അതായത് 3 പോർഷൻസിൽ 2 പോർഷൻസ് അല്ലെ. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 0യും 1നും ഇടയ്ക്കുള്ള പോർഷൻസിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഏകദേശം ഒരു ഈക്വൽ പാർട്ടായിട്ട് 0ക്കും 1നും ഇടയിലുള്ള പോർഷൻസിനെ ഡിവൈഡ് ചെയ്യുക. സോ ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. ഏകദേശം ഈക്വൽ ആവുന്ന രീതിയിൽ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി അതിൽ 2/3 എന്ന് പറയുമ്പോൾ 2 പാർട്സ്. സോ 2 പാർട്സ് കംപ്ലീറ്റ് ആകുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്യുക. അതായിരിക്കും 2/3. ഓക്കെ, ഇതുപോലെ തന്നെ മൈനസ് ഓഫ് 2/3യും ഉണ്ട്. മൈനസ് ഓഫ് 2/3യും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. സോ മൈനസ് വാല്യൂസ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. സോ അത് 0ക്കും -1നും ഇടയിലായിരിക്കും. സോ നമുക്ക് 0യും -1നും ഇടയിലുള്ള പോർഷൻസിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്, ഇത് തേർഡ് പാർട്ട്. ഓക്കെ, സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 പാർട്ട് കംപ്ലീറ്റ് ആകുന്ന പോയിന്റ് അത് നീട്ടി വരയ്ക്കുക. അതായിരിക്കും -2/3. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് -8/3. -8/3 എന്ന് പറയുന്നത് -2.6 ആണ്. -2.6 നെഗറ്റീവ് വാല്യൂസ് ഇവിടെ ആയിരിക്കും. -2നും -3ക്കും ഇടയ്ക്കായിരിക്കും -2.6 അല്ലെ. ദെൻ -2.5 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് ആയിരിക്കും -2.6 അല്ലെ ആയിരിക്കും. സോ അതെങ്ങനെ എഴുതാൻ പറ്റും? 6 വരെ കഴിഞ്ഞിട്ട് അല്ലെ. സോ ഏകദേശം നിങ്ങൾ നോക്കുക, -2നും -3ക്കും പകുതിയായിട്ടുള്ള പോർഷൻ ആയിരിക്കും -2.5. അതിന്റെ കുറച്ച് മാറി അതിന്റെ തൊട്ട് അടുത്തായിട്ടായിരിക്കും കുറച്ച് മാറിയായിട്ട് എന്ത് വരയ്ക്കാം? -2.6, അതായത് -8/3 ആയിരിക്കും. ഇങ്ങനെ വരയ്ക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലിൽ എങ്ങനെ വരയ്ക്കാം? 6 വര, അതായത് 6 വര കഴിഞ്ഞിട്ടുള്ളതായിരിക്കും -2.6. -2 കഴിഞ്ഞിട്ട് 6 വര വരുന്നതായിരിക്കും -8/3. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇതില് 1, 2, 3, 4, 5, 6 ആറാമത്തെ വര. സോ ഈ ചെറിയ വരയിൽ ആറാമത്തെ വര വരുന്നതായിരിക്കും -2.6 എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി ഏത് പോയിന്റ് ആണ് ചെയ്യേണ്ടത്? 7/3. 7/3 എന്ന് പറയുന്നത് 2.3 ആണ്. ഓക്കെ, 2.3 എന്ന് പറയുന്നത് 2നും 3ക്കും ഇടയിലായിരിക്കും. ദെൻ നമുക്ക് സ്കെയിൽ വെച്ച് നോക്കാം 2.3 എവിടെയായിട്ട് വരുമെന്ന്. ദിസ് ഈസ് 2.3 എന്ന് പറയുമ്പോൾ ഏകദേശം 3 പോയിന്റ് കഴിഞ്ഞിട്ട്, അതായത് 2 കഴിഞ്ഞിട്ട് 3 വര കഴിഞ്ഞ് വരുന്ന പോയിന്റ്, 3 വരയിലായിരിക്കും 2.3. സോ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. 2 കഴിഞ്ഞിട്ട് 3 വര, 1, 2, 3, ഏകദേശം 3 വര ആവുന്ന പോയിന്റ് ആയിരിക്കും 7/3. ഓക്കെ, 7/3. സോ നമുക്ക് പോയിന്റ്സ് എല്ലാം വരച്ചു. ഇനി ഏത് പോയിന്റ് വരയ്ക്കാം? ലാസ്റ്റ് നമ്പർ നമുക്ക് വരയ്ക്കാനുള്ളത് -2 ആണ്. സോ -2 നീട്ടി വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യുക? -2 എഴുതുക.